ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 21 വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയുടെ തിരുനാൾ. കാസ്റ്റിഗ്ലിയോൺ പ്രഭുവായ ഫെർഡിനൻഡ് ഗോൺസാഗയുടെ മകനായി 1568 ജനിച്ച അലോഷ്യസ് 7-ാമത്തെ വയസ്സിൽ ദൈവമാതാവിൻ്റെ ഒപ്പീസും സങ്കീർത്തനങ്ങളും ചൊല്ലിത്തുടങ്ങി. 9-ാമത്തെ വയസ്സിൽ നിത്യ ബ്രഹ്മചര്യ വ്രതമെടുത്തു. ഫ്ലോറൻസിൽ വിദ്യാഭ്യാസം ആരംഭിക്കുകയും ചെയ്തു. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഉപവസിച്ചിരുന്നു. ആഴ്ചയിൽ 3 ദിവസം ചമ്മട്ടി കൊണ്ട് അടിച്ചിരുന്നു. അപ്പവും വെള്ളവുമായിരുന്നു അലോഷ്യസിന്റെ ഭക്ഷണം. ഡാൻസ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. വായന സദൃശനായ യുവാവ് എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. 11-ാമത്തെ വയസ്സിൽ ആദ്യ കുമ്പസാരം നടത്തി. 3 വയസ്സിൽ പടയാളികളുടെ ഇടയിൽ കളിച്ചു നടക്കുമ്പോൾ അസഭ്യവാക്കുകൾ പറഞ്ഞതായിരുന്നു അലോഷ്യസ് ചെയ്ത വലിയ പാപം. അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയതും മൂർച്ഛിച്ചു വീണു. പിന്നെ പിറ്റേ ദിവസമാണ് കുമ്പസാരം മുഴുവനാക്കിയത്. 13-ാമത്തെ വയസ്സിൽ മാതാപിതാക്കന്മാരെ ഓസ്ട്രിയ ചക്രവർത്തിയും ഒന്നിച്ച് അലോഷ്യസ് സ്പെയിനിലെ ഫിലിപ്പ് ദ്വിതീയനെ സന്ദർശിച്ചു. ഈശോ സഭ ഇന്ത്യയിൽ എന്ന ഗ്രന്ഥം വായിച്ചത് കാരണം ഈശോ സഭയിൽ ചേർന്നു. 17-ാമത്തെ വയസ്സിൽ അലോഷ്യസ് നൊവിഷ്യറ്റിൽ ചേർന്നു. വിശുദ്ധ റോബർട്ട് ബെല്ലാർമിനായിരുന്നു അലോഷ്യസിന്റെ ജ്ഞാനപിതാവ്. 1591 റോമിൽ രൂക്ഷമായി പടർന്ന ജ്വരപ്പനി ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്ന അലോഷ്യസും വീടുകളിൽ പോയി രോഗികളെ ശുശ്രൂഷിക്കാൻ സന്നദ്ധനായി. 1 മാസത്തോളം രോഗികളെ ശുശ്രൂഷിച്ചു നടന്നതിനാൽ അവസാനം അലോഷ്യസിനും പനി പിടിപെട്ടു. 3 മാസത്തോളം കിടന്ന് 23-ാമത്തെ വയസ്സിൽ ഈശോ എന്ന തിരുനാമം ആവർത്തിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പറന്നു. വിശുദ്ധ അലോഷ്യസെ, ദൈവമക്കൾ ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന്
കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.